ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ തന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് നടി ഹണി റോസ്. ചടങ്ങുകൾക്ക് ക്ഷണിച്ചിട്ട് പോകാത്തതിന്റെ പ്രതികാരമാണെന്നോണം പ്രസ്തുത വ്യക്തി താൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്നയിടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എന്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നുവെന്നും താരം ഫേസ്ബുക്കിൽ കുറിച്ചു. പണത്തിന്റെ ധാർഷ്ട്യത്തിൽ ഏതു സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന താരം ഇത്തരം കാര്യങ്ങളുടെ നിയമപരമായ വശവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഹണി റോസിന്റെ കുറിപ്പ് വളരെ വേഗത്തിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി കഴിഞ്ഞു. ഹണി റോസ് ആരുടെയും പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും പണത്തിന്റെ ധാർഷ്ട്യത്തിൽ സ്ത്രീകളെ അപമാനിക്കുന്ന ആ വ്യക്തി ബോബി ചെമ്മണ്ണൂർ ആണെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ഹണി പോസ്റ്റിൽ പറയുന്നത് പോലെ ദ്വയാർത്ഥമുള്ള പല കമന്റുകളും അടുത്തിടെ ബോബി ചെമ്മണ്ണൂർ നടത്തിയിരുന്നു. ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: നമസ്കാരം. ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു. പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരമെന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്നയിടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എന്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു. പണത്തിന്റെ ധാർഷ്ട്യത്തിൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ? അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവർത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗികമായ ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതാണ് എന്നാൽ അറിയാൻ സാധിച്ചത്. നടി ഹണി റോസിനെ ബോഡി ഷെയിം നടത്തുകയും പിന്നാലെ നടന്ന് അപമാനിക്കുകയും ചെയ്ത ആൾ ബോച്ചെ എന്ന റിപ്പോർട്ടുകളും സൂചനകളും. വിഷയത്തിൽ ഹൈക്കോടതി അഭിഭാഷക കൂടി ഇടപെട്ടതോടെ ബോബി ചെമ്മണ്ണൂർ നിയമക്കുരുക്കിലേക്ക്. ബോച്ചയുടെ പേർ പറയുന്നില്ലേ എങ്കിലും ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കുന്നു എന്നാണ്. മുമ്പ് ബോച്ചയുടെ കണ്ണൂരിലെ സ്ഥാപനം ഉദ്ഘാടനത്തിന് ഹണി റോസ് എത്തിയിരുന്നു. മാനസിക വൈകൃതം ഉള്ള ആൾ എന്നാണ് ഇയാളെക്കുറിച്ച് ഹണി റോസ് പ്രതിപാദിക്കുന്നതും. കേസുമായി നടി മുന്നോട്ടു പോയാൽ ബോച്ചെ അഴിയണമെന്ന് മാത്രമല്ല അറിയാ കഥകൾ വെളിപ്പെടുത്തി കൂടുതൽ പേർ രംഗത്ത് വരും എന്നും സൂചനയുണ്ട്. ഇപ്പോൾ പ്രമുഖ ഹൈക്കോടതി അഭിഭാഷക അഡ്വക്കേറ്റ് വിമല ബിനു നടി ഹണി റോസിന് തുറന്ന പിന്തുണ നൽകുകയാണ്. ഇതോടെ കാര്യങ്ങൾ നിയമത്തിന്റെ വഴിയിലേക്ക് കടക്കുന്നു എന്നും സൂചനയുണ്ട്.